ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ജോലിയെക്കുറിച്ചാണ്. കുറേ പേര് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടുപേരുടെ ജോലി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ IT ആണ്. അപ്പോൾ ഇവിടെ ജോലി എന്ന് പറയുന്നത് ഇവിടെ മേഖല സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്, അതിൽ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജോലിയെക്കുറിച്ച് ഒത്തിരി നാൾ ഒരു 3 കൊല്ലം മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു ആക്ച്വലി. പക്ഷേ അത് ഒത്തിരി നാളായല്ലോ. അപ്പോൾ അത് കണ്ട് ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇവിടെ ജോലിയെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ ഇവിടെ ജോലിയെക്കുറിച്ച് ഇവൾ ഈ വീഡിയോയിൽ ഇന്ന് വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കും, ഇവൾ പറയും. ഇപ്പം ഇവിടെ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ IT ആണോ നഴ്സിംഗ് ആണോ ഏത് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറേ പേരോടൊക്കെ ഞാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവാറില്ല. ചിലർ ചിന്തിക്കുന്ന ലോജിസ്റ്റിക്സ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത് പ്രൊക്യൂർമെൻറ്റിലാണ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു വലിയൊരു സംഭവമാണ്. അതായത് അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു റോ മെറ്റീരിയൽ, ഒരു ചെറിയൊരു സാധനത്തിൽ നിന്ന് വലിയൊരു ഫിനിഷ് ഗുഡ് കസ്റ്റമേഴ്സിലെത്തി ആ ഒരു വലിയൊരു പ്രോസസ്സ്, അതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ബൈയിങ് ഉണ്ട്, അതായത് പർച്ചേസിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ചേർന്നതാണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. പിന്നെ ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് ഇവിടെ കാനഡയിൽ എന്തുമാത്രം സ്കോപ്പ് ഉണ്ട്, അല്ലെ എത്രമാത്രമാണ് പർച്ചേസിങ്ങിൽ. ഞാൻ കൂടുതലും പർച്ചേസിങ്ങിനെ ഫോക്കസ് ചെയ്തായിരിക്കും പറയുന്നത്. എനിക്ക് ലോജിസ്റ്റിക്സിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല, അല്ലെ വേറെ ഫീൽഡിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. എനിക്കറിയാവുന്നത് പ്രൊക്യൂർമെൻറ്റ് അല്ലെ പർച്ചേസിങ്ങിനെ കുറിച്ചാണ് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ്, സാലറി റേഞ്ച്, സർട്ടിഫിക്കേഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ഉള്ള കാര്യങ്ങളാണ്. അതെല്ലാമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് കുറേ പിള്ളേർ ഇപ്പം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല സ്കോപ്പുണ്ട്. കാരണം ഏകദേശം എല്ലാ കമ്പനിയിലും പ്രൊക്യൂർമെൻറ്റും പിന്നെ അതായത് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യം കാണും. അതേപോലെ അത് ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും ഒക്കെ കാണുമല്ലോ. അപ്പം സ്കോപ്പുണ്ട്, നല്ല സ്കോപ്പുണ്ട്. പിന്നെ ഫസ്റ്റ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞാൻ 2007 തൊട്ട് 2015 വരെ ജോലി ചെയ്തിരുന്നതാണ് ഇന്ത്യയിൽ, പ്രോപ്പർ പർച്ചേസിങ്ങിൽ തന്നെ, പ്രൊക്യൂർമെൻറ്റിൽ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോളും വരുന്നില്ല, ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചിന്തിച്ചു ഇനി എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ജോബ് പോസ്റ്റിങ്സിലെല്ലാവരും കനേഡിയൻ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെ എന്തെങ്കിലും ഡിപ്ലോമ അല്ലെ എന്തെങ്കിലും സപ്ലൈ ചെയിനിൽ എന്തെങ്കിലും ഡിപ്ലോമ അല്ലെ ബാച്ചിലേഴ്സ് അങ്ങനെ ഡിഗ്രി എന്തെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ളത് വേണം എന്നുള്ള റിക്വയർമെൻറ്റ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന്, യൂത്ത് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം, മിസ്സിസാഗയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് 30 വയസ്സിന് താഴെയുള്ളവർക്കുള്ള പ്രോഗ്രാമാണത്. ഞങ്ങൾ അത് ജോയിൻ ചെയ്തപ്പോൾ അവർ വഴി എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. സെയിൽസിൽ ഒരു കമ്പനി കിട്ടിയായിരുന്നു. അവിടെ ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്തു. ആ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് എനിക്ക് ഇക്വലാബിൽ എൻ്റെ ഫസ്റ്റ് ജോലി കിട്ടി. അവിടും എനിക്ക് 1 മന്ത് കോൺട്രാക്റ്റിലായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് ജോലി അങ്ങനെ ഇല്ലാതെ ആയതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ഡിമാൻഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ 1 മാസത്തെ കോൺട്രാക്റ്റ് ആണെങ്കിലും ഞാൻ കയറി. പിന്നെ അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ അത് എൻ്റെ ആദ്യത്തെ പൊസിഷൻ മെറ്റീരിയൽ പ്ലാനർ എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് പ്രൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, സീനിയർ പ്രൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഞാനൊരു 5-6 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പോഷറായിരുന്നു. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിരുന്നു ഇക്വലാബ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു 1-2 കമ്പനി മാറി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്ന എന്താ പറയുന്നത്, ഒരു പകുതി പബ്ലിക് സെക്ടർ പോലത്തെ ഒരു കമ്പനിയാണ്. ഫെഡറലി ഫണ്ടഡ് ആണ്. അപ്പം ഒരു എന്താ പറയുന്നത് പബ്ലിക് സെക്ടർ മോഡലിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്, യൂണിയൻ ബേസ്ഡ് ആണ്. ആ രീതിയിലുള്ള ഒരു കമ്പനിയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടുത്തെ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് പർച്ചേസിങ്ങിൽ, അതായത് പ്രൊക്യൂർമെൻറ്റിൽ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവലിലൊക്കെ ഒരു 50 to 65 വരെ കിട്ടും, 65,000 പെർ ആനം. പിന്നെ ഒരു മിഡ് ലെവലിലൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു 90 വരെയൊക്കെ കിട്ടും. ബേസ്ഡ് ഓൺ ദ കമ്പനി, നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു 90 വരെയൊക്കെ കിട്ടും. പിന്നെ എന്താ പറയുന്നത് മാനേജർ ലെവൽ പൊസിഷൻസ് ഒക്കെ ആണെങ്കിൽ 90 to 120 ഈ ഒരു റേഞ്ചിലൊക്കെ പോകും. ഒരു
എൻട്രി ലെവലിൽ എന്തായാലും ഒരു മിനിമം ഒരു 65 വരെയൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. 65,000 വരെയൊക്കെ കിട്ടും. പിന്നെ ചിലയിടത്ത് 55 ഒക്കെ കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ ആ ഒരു റേഞ്ചാണ് പറഞ്ഞത്, അതായത് 50 to 65 വരെ ഒരു എൻട്രി ലെവലിലൊക്കെ കിട്ടും. പിന്നെ ഇവിടുത്തെ മേജർ സർട്ടിഫിക്കേഷൻസ്, അതായത് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിനിൽ ഒന്ന് CSCP ആണ്, പിന്നെ CPIM ഉണ്ട്, SCMP ഉണ്ട്, പിന്നെ അതുകൂടാതെ ഉള്ളത് CLTD എന്ന് പറഞ്ഞുകൊണ്ട്, CIPS എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ പബ്ലിക് സെക്ടറിലുള്ളവർക്കുള്ളത് CPPB ഉണ്ട്. അങ്ങനെ പല പല സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു, അതാണ് CSCP. അത് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്, പിന്നെ മടിയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ലെന്നുള്ളൊരു തോന്നൽ വന്നു, എടുത്തില്ല. പക്ഷെ പിന്നിപ്പം എനിക്ക് തോന്നി സർട്ടിഫിക്കേഷൻ എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, പബ്ലിക് സെക്ടറിൽ ജോലി കിട്ടാൻ കുറച്ചുകൂടെ സാധ്യതയൊക്കെ ഉണ്ട്. സോ ഞാൻ എടുത്തതാണ് CSCPയെ കുറിച്ച് കുറച്ചുകൂടെ ഒരു ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, CSCP എന്ന് പറയുന്ന ഒരു ASCM എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് തരുന്നത്. പിന്നെ അത് എളുപ്പമാണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എളുപ്പമല്ല, കാരണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കോൺസെപ്റ്റൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ പഠിക്കാനുണ്ട്, ഏറെ പഠിക്കാനുണ്ട്. പിന്നെ ഇതെങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സാം മാത്രമായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലേണിംഗ് സിസ്റ്റം മാത്രമായിട്ട് വാങ്ങിക്കാം, അതും അല്ലെങ്കിൽ ഇതൊരു ബണ്ടിലായിട്ട് കിട്ടും, അങ്ങനെയും വാങ്ങിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇതെല്ലാം കൂടെ ചേർത്തെടുത്തു, അവൾക്ക് ഏതാണ്ട് 5,000 CAD-ആയി. ഞാൻ അത്രയൊന്നും മെനക്കെട്ടില്ല, അത്രയും പൈസ സ്പെൻഡ് ചെയ്തില്ല. ഞാൻ എക്സാം മാത്രമായിട്ട് എടുത്തു, അതെനിക്ക് 2,300 CAD-ആയി എക്സാം മാത്രമായിട്ട് എടുത്തിട്ട്. പിന്നെ ഞാൻ എത്രത്തോളം പ്രിപ്പയർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലമായിട്ട് പഠിക്കുന്നു. ഫുള്ള് പഠിച്ചൊന്നും തീർത്തൊന്നുമില്ല, പിന്നെ കുറേയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എഴുതിയതാണ്. പിന്നെ ഭാഗ്യത്തിന് കിട്ടി. പിന്നെ എൻ്റെ കമ്പനി സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു, സോ പാസ്സായവർ പൈസ തരും. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു. അതാണ് എൻ്റെ CSCP ജേർണി. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം, എവിടെ നിന്നാണ് എടുത്തത്, എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ബുക്സ് വാങ്ങിച്ചില്ല, എൻ്റെ ഫ്രണ്ട് തന്നതാണ് ബുക്സൊക്കെ. പിന്നെ വേറൊരു ഫ്രണ്ട് എനിക്ക് അതിൻ്റെ കുറച്ച് ചീറ്റ് ഷീറ്റും അത് ഇതൊക്കെ തന്നു. പിന്നെ കുറേ ആപ്പുകളുണ്ട് CSCPക്ക് വേണ്ടി. അതിനകത്ത് കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. എനിക്കങ്ങനെ ഫുൾ ടൈം അതിന് വേണ്ടി പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇതേന്നും പറഞ്ഞ് പഠിക്കുന്നവർക്ക് ഐ തിങ്ക് ഒരു 5-6 മന്ത്സിനുള്ളിലാണേലും പഠിച്ച് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ആരും സർട്ടിഫിക്കേഷൻ ഒന്നും ചോദിക്കാറില്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ പക്ഷേ സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു വാല്യൂ ആണ്. എൻ്റെ പ്രൊഫഷൻ എന്നല്ല, പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഫീൽഡിലും ചിലരൊക്കെ കുറേ സർട്ടിഫിക്കേഷൻസും ലിങ്ക്ഡിൻ കോഴ്സുകൾ ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു നമുക്കൊരു അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ എല്ലാവരും അവരുടെ ഡെസിഗ്നേഷൻസ് ഇതുപോലെ ഇടാറുണ്ട്. സോ അതിന് വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടും കാനഡയിൽ. പിന്നെ അതൊരു കരിയർ ആക്സിലറേറ്റർ എന്നൊക്കെ പറയാം. നമുക്കൊരു ഇതാണ്, അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മുടെ റെസ്യൂമിൽ അതൊക്കെ ഇടുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ SAP സർട്ടിഫിക്കേഷനും CSCP സർട്ടിഫിക്കേഷൻ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിനേക്കാളും കൂടുതൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നവരും ഉണ്ട് ഇവിടെ. ഇത് പിന്നെ ഒരു പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ സപ്ലൈ ചെയിൻ്റെ എൻഡ് ടു എൻഡ് ഇത് കവർ ചെയ്യുന്നുണ്ട്, എല്ലാ സൈഡും കവർ ചെയ്യുന്നുണ്ട്. ഈ എന്താ പറയുക, പ്ലാനിങ്, പർച്ചേസിങ്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, റിട്ടേണിങ്, പിന്നെ ഇൻവെൻറ്ററി, വെയർഹൗസ് മാനേജ്മെൻറ്റ്, എല്ലാ തരം സെക്ഷനും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി നമ്മുടെ നോളേജ് കൂട്ടാനും നല്ല ഒരു സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറേ പേര് ചോദിച്ചു, നാട്ടിൽ നിന്ന് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് വന്ന ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കാനഡയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇവിടുന്ന് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ എടുത്ത് ഇവിടുത്തെ എക്സ്പീരിയൻസ് അതിനൊക്കെ ആയിരിക്കും കൂടുതൽ വാല്യൂ എന്ന് തോന്നുന്നു. പിന്നെ CSCP പോലത്തെ സർട്ടിഫിക്കേഷനാണ് ഗ്ലോബലി എന്താ പറയുന്നത്, വാല്യൂഡാണ്. സോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഫ്രഷേഴ്സിന്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസും പിന്നെ സർട്ടിഫിക്കേഷൻ ജേർണിയും എല്ലാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞങ്ങൾ 3 കൊല്ലം മുന്നേ ചെയ്ത്, അതിനകത്തും ഞാൻ കുറച്ചൊക്കെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സംശയമുള്ളവർക്ക് ആ വീഡിയോ വേണേൽ അതിൻ്റെ ലിങ്കും കൂടി ഇടാം, അതിൽ നിന്ന് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എസ്പെഷ്യലി പ്രൊക്യൂർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടല്ലേ, പർച്ചേസിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.
ശരിക്കും പ്രകാശി. Goodbye. Bye. Bye. പിന്നെന്ത് പറയുന്നത്? Like and subscribe and share and comment. അതെ, അതൊക്കെ ചെയ്യണം. അപ്പം ശരി, എന്നാൽ അപ്പോൾ ബൈ.